കാര്യം വെച്ചാൽ എനിക്ക് ഒരുപാട് സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടായിരുന്ന ഒരാളാണ്. ഒരുപാട് സൂയിസൈഡൽ തോട്ട്സ് നിറയെ വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ എന്തുകൊണ്ടോ ഭാഗ്യവശാൽ എനിക്ക് അതിൽ നിന്ന് എൻ്റെ മൈൻഡിനെ വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ആ ഒരു നിമിഷം നമുക്ക് തോന്നുന്ന ചിന്തയെ നമുക്കൊന്ന് ഡൈവേർട്ട് ചെയ്ത്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യു ഓൾറെഡി നോ അബൌട്ട് ദിസ് വീഡിയോ. എന്താണെന്ന് അറിയാലോ അല്ലേ? പിന്നെ നമുക്ക് കാര്യങ്ങളിലേക്ക് നേരെ അങ്ങ് പോയാലോ. ഓക്കെ, ഈ വീഡിയോ ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ്. കാരണം കുറേ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് വേറെ ഒന്നിൻ്റെയും ബേസിൽ ചെയ്യുന്നൊരു കാര്യമല്ല ഇതെനിക്ക് എനിക്കറിയാവുന്ന അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേർക്ക് കൂടി പറഞ്ഞു കൊടുക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ എന്നൊരു മീഡിയം ത്രൂ അവർക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്നെങ്കിൽ വന്നോട്ടെ എന്ന് തോന്നി. സോ എനിക്കും പണ്ട് ഇങ്ങനെ കുറേ സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടായിരുന്ന ഒരാളാണ്. കുറേ എന്ന് പറയുന്നത് ഭയങ്കര ഒട്ടും എന്താ പറയുക, ഒരു കപ്പാസിറ്റി ഇല്ലാത്ത, ഒരു മെൻ്റൽ കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. എന്ത് വന്നാലും ഇങ്ങനെ മരിച്ചു കളഞ്ഞാലോ എന്നൊരു തോട്ട്സ് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. ബിക്കോസ് അങ്ങനെ തോട്ട്സ് വന്നിട്ടുള്ളവരും ഇനി വരാൻ സാധ്യതയുള്ളവരും ഉറപ്പായിട്ട് ഈ വീഡിയോ കാണണം. പ്ലീസ് ഡോണ്ട് സ്കിപ്പ്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 1,00,000 ആളുകളോളം എല്ലാ ഇയറും സൂയിസൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. അവർ റീസൺസ് നമുക്ക് കുറേ ന്യൂസ് പേപ്പർ കട്ടിങ്സ് എടുത്താൽ തന്നെ സെവറൽ റീസൺസ് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ സൂയിസൈഡ് ചെയ്യാൻ എന്താ പറയുക പ്രേരിതനാവുന്നതെന്ന് പറയുന്നത് ഒരു 15 to 30 ഇയേഴ്സ് ഓൾഡാണ്. ഈ 15 to 30 ഇയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പീക്ക് പോയിന്റാണ്. അതിൽ ടീനേജും വരുന്നുണ്ട്, നമ്മുടെ ആഫ്റ്റർ ടീൻസും വരുന്നുണ്ട്. ആ ആഫ്റ്റർ ടീനിലാണ് നമ്മുടെ കോളേജ് ലൈഫ് വരിക, നമ്മുടെ ജോലി വരിക, അത് റിലേറ്റ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ, മാരേജും അതിനുശേഷമുള്ള കുട്ടികളുടെ ആ ഫേസും, എല്ലാ ഫേസും വരുന്നത് ഏകദേശം ഈ എന്താ പറയുക ഈ 15 തൊട്ട് 30 വയസ്സിനിടയ്ക്കാണ്. ഈ 15 തൊട്ട് 30 വയസ്സിനിടയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വന്തം ജീവൻ അവസാനിപ്പിക്കാമെന്ന് കരുതുന്ന ഒരു ഫേസും ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചിന്തിച്ച് നോക്കിക്കേ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട് നമ്മൾ അത്രത്തോളം ജീവിച്ചു തുടങ്ങിയ ഒരു ലൈഫ് നമ്മൾ എൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ തോട്ട്സ് കാരണമായിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക. ഓൾമോസ്റ്റ് എല്ലാ കേസും നോക്കുകയാണെങ്കിൽ വളരെ സിമിലറാണ് റീസൺസ് വരുന്നത്. റീസൺസ് വളരെ സിമിലറാണ്. ഈ എല്ലാ ഡെത്ത് കേസസും ഈ സൂയിസൈഡൽ കേസസിലും ഈ കാരണങ്ങൾ വളരെ സിമിലാരിറ്റി ഉള്ള കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ അത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അതൊരു പരീക്ഷയ്ക്ക് തോറ്റ കാര്യമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അത് കല്യാണത്തിന് ശേഷം അനുഭവിക്കേണ്ടി വരുന്ന എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകളോ അത് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം. പിന്നെ നമ്മുടെ ജോബ് സ്ട്രെസ്സ് അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചു പോയതിൻ്റെ വിഷമം താങ്ങാൻ വയ്യാതെ സൂയിസൈഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലും എല്ലാം വരും. പിന്നെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, പിന്നെ അതൊക്കെ നമുക്ക് മെഡിക്കേഷൻസ് ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളിലേക്ക് അങ്ങനെ ഒരു ഫേസ് നമുക്കുണ്ട്. അപ്പോൾ ഇതിലൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു കല്യാണമാണെങ്കിലും അല്ലെങ്കിൽ ഒരു എക്സാമിന് തോറ്റു എന്ന് കരുതിയിട്ട് നശിപ്പിക്കാനോ അങ്ങനെ അവസാനിപ്പിക്കാനുള്ളതാണോ നമ്മുടെ ഈ ലൈഫ് എന്ന് പറയുന്നത്? ചെറിയൊരു പരീക്ഷയ്ക്ക് തോറ്റു, അല്ലെങ്കിൽ ഒരു വലിയ പരീക്ഷ ആയിക്കോട്ടെ, ഒരു വലിയ പരീക്ഷയ്ക്ക് തോറ്റു അന്ന് കരുതിയിട്ട് അവസാനിപ്പിക്കാനുള്ളതാണോ നമ്മുടെ ജീവിതം? ഒരിക്കലല്ല. ഒരു പരീക്ഷയ്ക്ക് തോറ്റിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് സപ്ലിമെൻ്ററീസ് വിൽ കം. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിലും ഫെയിൽ ആവുകയാണെങ്കിൽ അതിനുശേഷമുള്ള സപ്ലിമെൻ്ററീസ് വരും എന്ന് വെച്ചിട്ട് സപ്ലിമെൻ്ററീസ് എഴുതാൻ വേണ്ടിയിട്ട് ജീവിക്കുകയാണെന്നല്ല ഞാനിതിൽ പറയുന്നത്. ദർ ഈസ് എ ചാൻസ്. എല്ലാത്തിനും നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവില്ല. ലൈഫ് ഇസ് നോട്ട് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ലൈഫും ആവില്ല. ഇപ്പം എല്ലാ നല്ല കാര്യങ്ങൾ മാത്രം നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഹെവൻ എന്നാണ് പറയുക, അത് സ്വർഗ്ഗമാണ്. ഇപ്പം എല്ലാ മോശകാര്യങ്ങളും നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ അത് നരകമാണ്, ദാറ്റ്സ് ഹെൽ. അപ്പം ഈ രണ്ട് കാര്യങ്ങളും കൂടി ചേർന്ന് വന്നാൽ മാത്രമേ അതൊരു ലൈഫ് ആവുള്ളൂ. അപ്പം ബോത്ത് ഈ നല്ല കാര്യങ്ങളും ഈ മോശകാര്യങ്ങളും സംഭവിച്ചാൽ മാത്രമേ നമുക്ക് ലൈഫ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ ഒരു ഫേസിൽ നമുക്ക് മോശമാണെന്ന് കരുതിയിട്ട് ഒരിക്കലും നമുക്ക് നല്ലത് വരില്ല എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഓഫ്കോഴ്സ് നല്ല സമയം നമുക്ക് വരും. ആ സമയത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു പേഷ്യൻസും നമ്മുടെ ഒരു എഫേർട്ടും നമ്മുടെ ഒരു വെയിറ്റിങ്ങും ആണ് നമ്മൾ എന്താ പറയുക ആ ഒരു പേഷ്യൻസിനെയാണ് നമ്മൾ പെട്ടെന്ന് അങ്ങ് മരിച്ചു കളയാമെന്നും പറഞ്ഞിട്ട് നമ്മളങ്ങ് തീർത്ത് കളയുന്നത്. ചിലപ്പം നമ്മൾ ഈ മരിക്കാൻ തീരുമാനിക്കുന്ന നെക്സ്റ്റ് മൊമെന്റ് തൊട്ട് നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങളായിരിക്കും സംഭവിക്കാനുണ്ടാവുക. പക്ഷെ ആ നല്ല കാര്യങ്ങളൊന്നും കാണാൻ എന്താ പറയുക അതിനൊന്നും നമുക്ക് താല്പര്യമില്ല. നമ്മൾ ജീവിതം അവസാനിപ്പിക്കുക. ദാറ്റ്സ് നോട്ട് എ റൈറ്റ് തിങ് ടു ഡു.
നമ്മൾക്ക് കഷ്ടപ്പെട്ട് നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ പ്രസവിച്ച് നമുക്ക് ജന്മം നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചു തീർക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഓഫ് കോഴ്സ് ഫാമിലി ഇഷ്യൂസ് വരുന്ന ഈ മറ്റേ നമ്മുടെ വീട്ടിൽ സമാധാനമില്ലാത്ത അവസ്ഥകൾ കാരണവും കുറേ പേര് ഇങ്ങനെ സൂയിസൈഡ്സ് ചെയ്യുന്നതായിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഇപ്പോൾ വീട്ടിൽ സമാധാനം ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു ഏൺ ചെയ്ത് തുടങ്ങി നമ്മൾ സെപ്പറേറ്റ് ആയി പോയി ജീവിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ സമാധാനമില്ല, പോയി സെപ്പറേറ്റ് ആയിട്ട് ഹോസ്റ്റലിലോ എവിടെയെങ്കിലും പോയി ജീവിക്കുക. ഇപ്പം ബ്രേക്കപ്പ്, എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഫെയിലർ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതവിടെ എൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനെ ആരും വന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു റിലേഷൻഷിപ്പ് നോക്കാണ്ട് നമ്മളായിട്ട് ജീവിക്കുക. അതിനുശേഷം ഇപ്പം കല്യാണത്തിന് ശേഷം വരുന്ന ബുദ്ധിമുട്ടുകളാണെന്നുള്ള ഡിവോഴ്സ് അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പം ഇതൊന്നും പ്രൊമോട്ട് ചെയ്യല്ല. പക്ഷേ ഇഫ് ദയർ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിലത്തെ കാര്യമാണ് പറയുന്നത്. എന്ന് വെച്ചിട്ട് കല്യാണം കഴിക്കുന്നതേ ഡിവോഴ്സിന് വേണ്ടിയിട്ടാണ്, പ്രണയിക്കുന്നതേ ബ്രേക്കപ്പിന് വേണ്ടിയിട്ടാണെന്നല്ല. ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്കൊട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത, നമുക്ക് എപ്പോഴും എന്താണ് വലുത്? നമ്മുടെ മനസ്സമാധാനമായിരിക്കണം നമുക്ക് വലുത്. പീസ് ഈസ് അവർ ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ അതായിരിക്കണം പ്രയോറിറ്റി. നമ്മുടെ സമാധാനം ഈസ് അവർ പ്രയോറിറ്റി. അപ്പം അതിനെ എന്തെങ്കിലും അതിനെന്തെങ്കിലും ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ അതിന് സൊല്യൂഷൻ എടുക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ കഴിവെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ അക്കാഡമിക് ബ്രില്യൻസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നേടിയെടുത്തത് കൊണ്ടും പക്ഷെ നമുക്ക് ജീവിക്കാൻ അറിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു വലിയ തോൽവി തന്നെയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു തോൽവി ആകാൻ പാടില്ല ലൈഫിൽ. ഞാൻ കുറേ ഇങ്ങനെ എനിക്ക് ഈ ഒരു വിഷയം ഭയങ്കര സംസാരിക്കണം എന്ന് ആഗ്രഹം വരാനുള്ള കാര്യം വെച്ചാൽ എനിക്ക് ഒരുപാട് സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ സൂയിസൈഡൽ തോട്ട്സ് വന്ന ഒരു സമയത്ത് എന്തുകൊണ്ടോ ഭാഗ്യവശാൽ എനിക്ക് അതിൽ നിന്ന് എൻ്റെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് നല്ല മനുഷ്യർ എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. ആ ഒരു കാര്യം, ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, അത് നമുക്കങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ആ ഒരു നിമിഷം നമുക്ക് തോന്നുന്ന ചിന്തയെ നമുക്കൊന്ന് ഡൈവേർട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അതിന് പാകമായ ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അപ്പോൾ നമ്മൾക്ക് ഇൻ കേസ് അങ്ങനെ ഒരു ഭാഗ്യമില്ല, ഓക്കെ, നമ്മളുടെ ചുറ്റും നമ്മുടെ അടുത്ത് എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ ഒരാളില്ലാന്ന് വയ്ക്കുക. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അടുത്ത ആരാണോ ഇരിക്കുന്നത്, നമുക്ക് കുറച്ച് ട്രസ്റ്റ് ഉള്ള ആരാണോ അവരോട് പോയി പറയുക, എനിക്കിങ്ങനെ കുറച്ച് ചിന്തകളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മരിക്കണം എന്നൊരു ചിന്തയുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പറഞ്ഞു നോക്കൂ. അങ്ങനെ പറയണം. അല്ലാതെ ആരോടും ഒന്നും പറയാതെ ഒരു ദിവസം നിങ്ങളെല്ലാം ഇട്ടെറിഞ്ഞിട്ട്, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഒരു പോക്കങ്ങ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെന്താ ഉണ്ടാവുക? അതിൽ നിങ്ങൾക്ക് എന്താ നേട്ടം ഉണ്ടാവുക? ഒരു നേട്ടം ഉണ്ടാവില്ല. നേട്ടം ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയല്ല, നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം ഒരാൾ മരിക്കുക എന്ന് വയ്ക്കുക, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് തന്നെ പറഞ്ഞാണെങ്കിലും ഇപ്പം നമ്മൾ സൂയിസൈഡ്സിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു. ഇപ്പം ഞാൻ ഒരു സൂയിസൈഡ് ചെയ്യാമെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഓഫ്കോഴ്സ് എൻ്റെ ഒരു കാര്യം വയ്ക്കുക. അപ്പം ഞാൻ അങ്ങനെ മരിക്കാൻ തീരുമാനിച്ചു, ഞാൻ മരിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള കുറേ ഡ്രീംസ് ഒക്കെയുള്ള, ഞാനിങ്ങനെ ഭയങ്കര ചൂടെടുക്കുന്നുണ്ട്, ഞാൻ ഫാൻ ഓഫ് ചെയ്തേക്കാണ്, അതാണ്. അപ്പം പാഷനേറ്റ് ആയിട്ടുള്ള കുറേ ഡ്രീംസ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രെസ്സിൻ്റെ ഒരു ബേസിൽ ഞാൻ പോയിട്ട് ഞാനങ്ങ് ആത്മഹത്യ ചെയ്യാമെന്ന് കരുതുക. അപ്പോൾ ഈ ആത്മഹത്യ ചെയ്തു, ഓക്കെ, എൻ്റെ ലൈഫ് ഞാൻ എൻഡ് ചെയ്തു. ഞാൻ എൻ്റെ ലൈഫ് എൻഡ് ചെയ്തതിന് ശേഷം ഓഫ് കോഴ്സ് എന്നെ ഞാൻ പ്രിയപ്പെട്ടതായി കരുതുന്ന കുറേ പേര് വിഷമിക്കും, ഉറപ്പായിട്ട് വിഷമിക്കും എന്ന് വെച്ചാൽ എന്നെ ജസ്റ്റ് പരിചയമുള്ളവരൊക്കെ ജസ്റ്റ് ആ കുറച്ച് ദിവസങ്ങളിൽ വിഷമിച്ചപ്പോൾ ഗ്രാജുവലി അവരെന്നെ മറക്കും. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവർ ഒരു ഫേസിൽ അല്ലെങ്കിൽ ഇൻ അനദർ ഫേസ് അവരും എന്നെ എന്ത് ചെയ്യും? മറന്നു തുടങ്ങുന്നു എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ഒരു നെഗറ്റീവ് സൈഡിലല്ല പറയാം. നമ്മൾ ഗ്രാജുവലി ആ ഒരു മറവി അവർക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്കിവിടെ എക്സിസ്റ്റൻസ് ഇല്ല. ഇപ്പം ഒരു മരിച്ച വ്യക്തിനെ കുറിച്ച് നമ്മൾ എപ്പോഴും 24/7 നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾക്കിവിടെ ജീവിതമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്താ പറയുക, അവർക്കൊരിക്കലും നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഒക്കേഷൻസിൽ ഓർക്കും, പിന്നെ പതിയെ അങ്ങനെ അങ്ങ് പോകും. പിന്നെ അവർ ആ ലൈഫുമായിട്ട് യൂസ്ഡ് ആവും. അങ്ങനെ അവർ ആ ലൈഫായിട്ട് യൂസ്ഡ് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ കൂടെ മരിക്കുക നിവൃത്തിയുള്ളൂ. അല്ലാണ്ട് അവർക്ക് പിന്നെ ഇവിടെ ലൈഫില്ല. എപ്പോഴും നമ്മളെക്കുറിച്ച് ഓർത്ത് നമ്മുടെ ഓർമ്മകളിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടഫ് തിങ്. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുങ്ങനെ ആരും ചെയ്യാറുമില്ല. ഇപ്പം അതുകൊണ്ടാണല്ലോ നമുക്ക് എന്ത് നഷ്ടങ്ങൾ വന്നാലും നമ്മൾ ആ സാഹചര്യത്തോട് പൊരുത്തപ്പെടുകയാണ്. അല്ലാതെ ഒരിക്കലും അത് എന്നേക്കുമായി നമ്മളിൽ നിന്ന് മാറിപ്പോവുക, ആ വേദന എന്നേക്കുമായി നമ്മളിൽ നിന്ന് അകലുമല്ല, നമ്മൾ ആ സാഹചര്യത്തിനോട് പൊരുത്തപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ആബ്സെൻസിനോട് പൊരുത്തപ്പെടും.
ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അത്രയും പ്രിയപ്പെട്ടവർ പോലും ആ ആബ്സെൻസിനോട് പൊരുത്തപ്പെടും. പക്ഷെ അങ്ങനെ പൊരുത്തപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് എന്തെങ്കിലും നമ്മൾ വിചാരിക്കും നമ്മൾ ഈ ഓരോ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും ഇങ്ങനൊരു ഡിസിഷൻ എടുക്കുക. ഓക്കെ, അവർക്ക് കാണിച്ചു കൊടുക്കുക, ഇവർക്ക് മോസ്റ്റ് ഓഫ് ദ കേസസിലും അങ്ങനെയാണ്. അവരെ പഠിപ്പിക്കുക, അവരെ പഠിപ്പിക്കുക, അവളെ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചെയ്യാം. ആരും പഠിക്കാൻ പോകുന്നില്ല, നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ആരും പഠിപ്പിക്കാൻ പോകുന്നില്ല, ആരും പഠിക്കാനും പോകുന്നില്ല. ഇപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം കുറേ പേര് ഇങ്ങനെ ഡിസിഷൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അറിഞ്ഞോ, നിങ്ങളുടെ എന്തെങ്കിലും ഒരു ബ്ലണ്ടർ കാണിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്കൊരു സാമ്പത്തിക പ്രതിസന്ധി വന്നു എന്ന് വയ്ക്കുക, നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ലൈഫ് എൻഡ് ചെയ്തു എന്ന് വയ്ക്കുക. അതിൽ നിന്ന് എന്ത് സൊല്യൂഷനാണ് ഉണ്ടാവുക? ഇപ്പം ആ ബുദ്ധിമുട്ട് തീരില്ല, ആ സാമ്പത്തിക പ്രതിസന്ധി അവിടെ തീരുന്നില്ല, മറിച്ച് നിങ്ങൾ മുന്നോട്ട് ജീവിച്ച് തീർക്കുകയാണ് വേണ്ടത്. അവിടെയാണ് ഹീറോയിസം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഒരു കാര്യമാണ്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രാ ഒരു കെയർ വേണ്ട ഒരു സമയമാണ്. ആ സമയം എന്ന് പറയുന്നത് അത്രത്തോളം നമ്മളെക്കാട്ടിൽ കൂടുതൽ അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്കായിരിക്കും. അതിൽ നിന്ന് നമ്മളെ റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളത്, അങ്ങനെ കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. അതൊക്കെ അതർ സൈഡാണ്. ഞാൻ ഇപ്പം പറയുന്നത് നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയെന്ന് വെച്ചാൽ ഞാനിങ്ങനെ കുറേ എന്തെങ്കിലും ഞാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതാണ് പറയുന്നത്, ഒരിക്കലും എന്ത് തന്നെ പ്രശ്നങ്ങളായാൽ തന്നെയും ഒരിക്കലും നിങ്ങളുടെ ലൈഫ് എൻഡ് ചെയ്യാൻ ഒരു തോട്ട് നിങ്ങൾക്ക് വരാനേ പാടില്ല. കാരണം അത് വരേണ്ട കാര്യമില്ല. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഡെസ്റ്റിനി ഉണ്ട്, നമുക്കിങ്ങനെ മരിക്കണം എന്നൊരു ഡെസ്റ്റിനി ഉണ്ട്. ആ ഡെസ്റ്റിനി നമ്മളായി തിരുത്താൻ പോകേണ്ട കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിൽ ഇപ്പോൾ ആർക്കും ഈ പുറമെ ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുത്താണെങ്കിൽ ഇൻ കേസ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഭയങ്കര സന്തോഷമായിട്ട് കാണുന്ന എല്ലാവർക്കും ഈ ഫുൾ 100% സന്തോഷമാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരിക്കലുമില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ബാക്ക് സ്റ്റോറീസ് ഉണ്ട്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു സാഡ് ഫേസ് ഉണ്ട്, നല്ല സമയങ്ങളുണ്ട്, മോശ സമയങ്ങളുണ്ട്. അപ്പോൾ ഈ നല്ല സമയങ്ങൾ വരുമ്പോൾ അതിനെ ഭയങ്കര പ്രൈസ് ചെയ്ത് അതിനെ അങ്ങ് ഭയങ്കര കൊണ്ടാടി നടന്നിട്ട് പെട്ടെന്നൊരു വിഷമ സമയം വരുമ്പോഴത്തേക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോകുന്നത്. അപ്പോൾ രണ്ടിനെയും, നമ്മുടെ സക്സസിനെയും നമ്മുടെ ഫെയിലിയേഴ്സിനെയും നമ്മൾ ഒരേ ഒരു ലെവലിൽ മാനേജ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻസ് നമുക്ക് വരുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും ഇപ്പം എന്താ പറയുക, നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും സംസാരിക്കാം. അപ്പോൾ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ നിൽക്കുന്ന ഒരാൾ വന്നിട്ട് എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് എത്ര ഒരു ശത്രുവിനോട് പറഞ്ഞാൽ പോലും അവർ കേൾക്കാതിരിക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ശത്രുവിനോട് പോയി പറയണം എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ നിങ്ങളൊരാളെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ വരുമ്പോൾ നിങ്ങൾ ആരോടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനൊരു തോന്നലുണ്ട്, നിങ്ങൾ റീസൺ പറയണ്ട, നിങ്ങൾക്ക് ഇങ്ങനൊരു തോട്ട് വരുന്നു, എന്നോടൊരു 5 മിനിറ്റ് സംസാരിക്കുമോ, അത് മാത്രം പറഞ്ഞാൽ മതി. ആ ഒരു സമയത്ത് ആ ഒരു 5 മിനിറ്റിന് നിങ്ങളുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ പറ്റും. അല്ലാതെ കുറേ ഹെൽപ്പ് ലൈൻസും കാര്യങ്ങളും അവൈലബിൾ. നിങ്ങൾക്കറിയാവുന്ന ഒരാളോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ദർ ഇസ് സോ മെനി ഹെൽപ്പ് ലൈൻസ് അവൈലബിൾ ഫോർ യു. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ നിങ്ങളെ അറിയാത്ത ആളുകൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി സമയം തരാൻ, നിങ്ങളെ കേൾക്കാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഒരിക്കലും ഇങ്ങനെ ഒരു ബ്ലണ്ടർ നിങ്ങളുടെ ലൈഫിൽ ചൂസ് ചെയ്യരുത്. നിങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ആളുകളെ നിങ്ങളെ വിഷമിപ്പിക്കാൻ പാടില്ല. അത് അവർക്ക് എന്നേക്കുമായ ഒരു വേദന നമ്മളങ്ങനെ കൊടുക്കാൻ പാടില്ല. സോ അതുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം ആരും എടുക്കരുത് ദയവ് ചെയ്ത്. ഇപ്പം ഈ വീഡിയോ ഞാൻ ചെയ്തതെന്ന് പറയുന്നത് എനിക്കിത് പറയാൻ തോന്നി. എന്താ വെച്ചാൽ ഇങ്ങനെ ഈ ഒരു എൻ്റെ വേർഡ്സ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചേഞ്ച് അങ്ങനെ തോന്നുകയാണെങ്കിൽ എനിക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും ലൈഫ് എൻഡ് ചെയ്യുന്ന ഒരു ഡിസിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ അവസാനിപ്പിക്കാം എന്നൊരു ഡിസിഷൻ ഒരിക്കലും എടുക്കരുത്. അതൊരു വലിയ ബ്ലണ്ടറാണ്. നിങ്ങളുടെ ലൈഫ് എൻഡ് ചെയ്ത് ഇപ്പം ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല എൻ്റെ അത് വെച്ചിട്ട്, ഇപ്പം ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ ഡ്രീംസും എൻ്റെ പാഷനും എന്നോളം അത്രയും പ്രിയപ്പെട്ടതും വിലപ്പെട്ടതും അല്ലെങ്കിൽ അത്രത്തോളം ഇത് എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന മറ്റാരും ഇവിടെ ഇല്ല. അത് എന്നോളം ആഗ്രഹിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം എന്നിലൂടെ ഞാൻ നശിപ്പിക്കുന്നത് എൻ്റെ ആഗ്രഹങ്ങളെ കൂടിയാണ്. എൻ്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും എന്നോളം മറ്റൊരാൾക്ക് സാധിച്ചു തരാൻ പറ്റില്ല. സോ നിങ്ങളുടെ ആഗ്രഹങ്ങളെയും നിങ്ങളുടെ സ്വപ്നങ്ങളെയും എല്ലാം നിങ്ങൾ വെറുതെ
വെറുതെ നശിപ്പിച്ച് കളയരുത്. അതിന് വേണ്ടിയിട്ട് ജീവിക്കൂ. ഇപ്പോൾ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായാലും അതിന് വേണ്ടിയിട്ട് അതിൽ നിന്നെല്ലാം മറികടന്നിട്ട് നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കും. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡ്രീം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കും. അല്ലാതെ വെറുതെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ടൈം അധികം കിട്ടുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ തോട്ട്സ് ഒക്കെ വരിക. നമ്മൾ എന്തിലെങ്കിലും എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. ഇപ്പം ഞാനും ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണെന്നെങ്കിൽ ഓഫ്കോഴ്സ് എനിക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനത്തെ തോട്ട്സ് വരും. അപ്പം നമ്മൾ എന്തെങ്കിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് എപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കണം. ഇങ്ങനെ ഫ്രീ ടൈംസ് കിട്ടുമ്പോഴാണ് നമ്മൾ ആവശ്യമില്ലാതെ ഇപ്പം ചിലർക്ക് ഉള്ള ചിന്തയുണ്ട്, ചിലവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഈ ജന്മം കൊണ്ട് എന്താ, അല്ലെങ്കിൽ ഫുള്ളൊരു ഫെയിലിയറാണ്, എനിക്ക് ഒന്നും നേടാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും നേടുന്നുമില്ല, കംപ്ലീറ്റ് ഒരു ഫെയിലിയറാണ്. സോ എൻ്റെ ഒരു ലൈഫ് കൊണ്ട് ഒരു പ്രത്യേകിച്ച് അർത്ഥമില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ ജീവിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല, പിന്നെ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ചോദിച്ച ആളുകൾ, എന്നോട് ചോദിച്ച ആളുകളുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നിങ്ങൾ ജീവിച്ചതുകൊണ്ട് അർത്ഥമില്ല എന്നുള്ളത് നിങ്ങളങ്ങ് ഓൾറെഡി തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ ആർക്കാണ്? ഇപ്പം ഞാൻ ജീവിക്കണം, എൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കേണ്ടത് എനിക്കാണ്. അല്ലാതെ എന്നിൽ ചുറ്റപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നു എന്നല്ല, എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു, എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു. അതാവണം ലൈഫ്. അല്ലാതെ എന്ന് വെച്ചിട്ട് ഞാൻ ഭയങ്കര സെൽഫിഷ് അങ്ങനെ ജീവിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഓഫ്കോഴ്സ് നമുക്കൊരിക്കലും അങ്ങനെ സെൽഫിഷ് ആവാൻ പറ്റില്ല. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നമ്മൾ കൺസേൺ ചെയ്യും. ഞാൻ പറയുന്നത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെയാണല്ലോ, ഞാൻ ഇത്രയ്ക്ക് ആഗ്രഹിച്ചതല്ലേ, എന്നിട്ട് ഞാനിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊരു തോന്നൽ നമുക്ക് വരണം. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം നമ്മളെ സ്നേഹിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു തോട്ട് വരുള്ളൂ. സോ പ്ലീസ് ഡോണ്ട് ഡു എനിത്തിങ്, എന്താ പറയുക, ഇങ്ങനെ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെ അറ്റംപ്റ്റ് പോലും അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് പോലും നിങ്ങൾ ആരും ചെയ്യരുത്. എനിക്കറിയാം പെയിൻ ഈസ് റിയൽ, നിങ്ങളുടെ പെയിൻ റിയലാണ്, നിങ്ങളുടെ പെയിൻ അത്രത്തോളം ഡീപ്പാണ്, ഡെപ്ത് ഉള്ളതാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എല്ലാ മുറിവുകളും കാലം മായ്ക്കുന്ന മുറിവുകളെ നമുക്കുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. അല്ലാതെ സഡനായിട്ടൊരു എന്താ പറയുക, സഡനായിട്ട് അതിന് വീണ്ടും പ്രശ്നത്തിലാക്കാണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ടൈം കൊടുക്കുക. ടൈം വിൽ ഹീൽ എവ്രിതിങ്. എല്ലാ മുറിവുകളും ഉണക്കാൻ സമയത്തിന് കഴിയും. പക്ഷെ ആ സമയമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. ആ സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുക. ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചിട്ടും നിങ്ങൾക്ക് ആ കുറച്ച് സമയം കൂടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചതിലൊരു അർത്ഥമില്ലാതായിപ്പോകും. സോ ഗിവ് യുവർ സെൽഫ് ടൈം വിൽ ഹീൽ എവ്രിതിങ്. നിങ്ങൾക്ക് ടൈം ഒരു സൊല്യൂഷൻ എന്തായാലും തരും. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. അങ്ങനെ ഇതൊരു വീഡിയോ ആയിട്ട് ഒന്നും അല്ല, എനിക്ക് സംസാരിക്കണം തോന്നി. അപ്പം എനിക്ക് സംസാരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ സംസാരിച്ചു.